അപ്പോൾ അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീയുടെ പാർട്ട് 2 ആണിത്. ആദ്യ പാർട്ട് നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് കുട്ടി മരത്തിൻ്റെ മുകളിലിരിക്കുമ്പോൾ ഒരു സംഭവം കണ്ടു എന്നാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ബാക്കി ഭാഗത്തേക്ക് പോകാം. ഞാനിങ്ങനെ സമ്മറി മാത്രം പറഞ്ഞാൽ മതിയോ, അല്ലെ പാരഗ്രാഫ് വായിച്ച് പറയണോ എന്നൊക്കെ നിങ്ങൾ പറയണം, അഭിപ്രായം പറയണേ മക്കളെ. അപ്പോൾ നമുക്ക് ബാക്കി പറയാം. That was the time I saw a mongoose and a cobra fight to death in the garden, while I sat directly above them in the banyan tree. അതായത് ദാറ്റ് വാസ് ദ ടൈം, ആ ഒരു സമയത്താണ് ഞാനൊരു കീരിയെയും പാമ്പിനെയും കണ്ടത്. എങ്ങനെയാണ് കണ്ടത്? അവർ രണ്ടാളും എന്താ പറയുക, മരണം വരെ പോരാടുന്ന രീതിയിലുള്ള അടി നടക്കുന്നവരാണ്. ഈ ഓതർ ഈ കീരിനെയും എന്താ പറയുക സ്നേക്കിനെയും കാണുന്ന ഗാർഡനിൽ വെച്ചിട്ട്, അതും ഈ നേരെ അതിന് ബനിയൻ ട്രീയിൽ ഇരുന്നാൽ നേരെ കാണുന്ന വിധത്തിലാണ് ഉണ്ടായത്. ഇറ്റ് വാസ് ആൻ ഏപ്രിൽ ആഫ്റ്റർനൂൺ ആൻഡ് ദ വാം ബ്രീസസ് ഓഫ് അപ്രോച്ചിങ് സമ്മർ ഹാഡ് സെൻറ്റ് എവരി വൺ ഇൻക്ലൂഡിങ് ഗ്രാൻഡ് ഫാദർ ഇൻഡോസ്. അതായത് അതൊരു ഏപ്രിൽ ആഫ്റ്റർനൂൺ, എന്താ പറയുക, ഉച്ചയ്ക്ക് ശേഷം ഒരു ഉച്ച സമയമായിരുന്നു. എന്താ പറയുക, ചൂട് കാറ്റ് കാരണം എല്ലാവരും തന്നെ, മുത്തശ്ശനടക്കം എല്ലാവരും വീട്ടിനുള്ളിലായിരുന്നു. ചൂട് ഉണ്ടല്ലോ, അപ്പോൾ എല്ലാവരും വീട്ടിനകത്തായിരുന്നു. ഐ വാസ് ഫീലിംഗ് ഡ്രൗസി മൈസെൽഫ് ആൻഡ് വാസ് വണ്ടറിങ് ഇഫ് ഐ ഷുഡ് ഗോ ടു ദ പോണ്ട് ബിഹൈൻഡ് ദ ഹൗസ് ഫോർ എ സ്വിം. അതായത് കുട്ടിക്ക് എന്തോ ഉറക്കം വരുന്നത് പോലെ, കാരണം എല്ലാവരും വീട്ടിനകത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ കുട്ടിക്ക് ഉറക്കം വരുന്നത് പോലെ ഉണ്ട്. അപ്പോൾ കുട്ടി എന്താക്കി, തൻ്റെ വീട്ടിൻ്റെ പിറകിലായിട്ടുള്ള കുളത്തിലൊന്ന് കുളിക്കാൻ പോയാലോ എന്ന് വിചാരിച്ച് ഇറങ്ങി. When I saw a huge black cobra gliding out of a clump of cactus and making for some cooler part of the garden. അതായത് എന്താ പറയുക, പെട്ടെന്ന് പുല്ലിൻ്റെ ഇടയിൽ കൂടെ ഒരു കോബ്ര വന്നു, ഒരു കറുത്ത വലിയ കോബ്ര ഇങ്ങനെ എഴഞ്ഞു വരുന്നത് ഈ കുട്ടി കണ്ടു. അതും എന്തിനായിരിക്കും വന്നിട്ടുണ്ടാവുക, ഗാർഡനിൽ തണുത്ത ഭാഗം അന്വേഷിച്ച് വന്നതായിരിക്കാം. At the same time a mongoose, whom I had often seen, emerged from the bushes and went straight for the cobra. ആ സമയത്താണ് ഒരു കീരി, മംഗൂസ് എന്ന് വെച്ചാൽ കീരി ഈ പുല്ലിൻ്റെ ഇടയിൽ നിന്ന് പെട്ടെന്ന് വന്നിട്ട് നേരെ കോബ്രയുടെ അടുത്തേക്ക് പോയത്. In a clearing beneath the tree, in bright sunshine, they came to face. അതായത് ഈ സമയത്താണ് അവർ രണ്ടുപേരും മരത്തിൻ്റെ താഴെയായി ഫേസ് ടു ഫേസ് ആയിട്ട് വന്നു നിന്നത്. കോബ്ര ന്യൂ ഓൺലി ടു വെൽ ദാറ്റ് ഗ്രേ മംഗൂസ് 3 feet ലോങ് വാസ് സൂപ്പർ ഫൈറ്റർ ആൻഡ് ക്ലെവർ ആൻഡ് അഗ്രസീവ്. അതായത് കോബ്രക്ക് നല്ല പോലെ അറിയാം തൻ്റെ എതിരെയുള്ള ഈ ഗ്രേ മംഗൂസ് എന്താ പറയുക 3 അടി ഉയരവും എന്നാൽ വളരെ എന്താ പറയുക വളരെ നല്ലൊരു ഫൈറ്റർ കൂടിയായിരുന്നു. പോരായിട്ട് നല്ല ക്ലെവറാണ്, അതിബുദ്ധിമാനും അഗ്രസീവുമാണ്, അതായത് ഉപദ്രവിക്കുന്ന അപകടകാരിയുമാണ്. ബട്ട് ദ കോബ്ര വാസ് സ്കിൽഫുൾ ആൻഡ് എക്സ്പീരിയൻസ്ഡ് ഫൈറ്റർ ടു. അതായത് പക്ഷെ കോബ്രയും നല്ല സ്കിൽഫുൾ ആയിട്ടുള്ളതും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫൈറ്ററാണ്. അതായത് കോബ്രക്കും ഫൈറ്റ് ചെയ്യാൻ അറിയാം, നല്ല സ്കില്ലും ഉള്ള ഒരാളാണ്. He could move swiftly and strike with the speed of light, and the sacs behind his long, sharp fangs were full of deadly venom. അതായത് ഈ പാമ്പിന് വളരെ എന്താ പറയുക സ്വിഫ്റ്റ്ലി, വേഗത്തിൽ ഇങ്ങനെ ഇഴയാനും പിന്നെ ലൈറ്റിൻ്റെ വേഗത്തിൽ സ്ട്രൈക്ക് ചെയ്യാനും പറ്റും എന്നാണ് പറയുന്നത്. ആൻഡ് ദ സാക്സ് ബിഹൈൻഡ് ഹിസ് ലോങ് ഷാർപ്പ് ഫാങ്സ് വിയർ ഫുൾ ഓഫ് ഡെഡ്ലി വെനം. അതായത് ഈ പാമ്പിൻ്റെ പല്ലിന് പിറകിലായിട്ടുള്ള സാക്സ് നിറയെ ഡെഡ്ലി വെണമാണുള്ളത്. അപ്പോൾ വെണം മീൻസ് വിഷമാണുള്ളത്. ഇറ്റ് വാസ് ടു ബി എ ബാറ്റിൽ ഓഫ് ചാമ്പ്യൻസ്. ഇത് ഒരു ചാമ്പ്യൻസിൻ്റെ ഫൈറ്റ് പോലെയാണ് ഉണ്ടായത്. ഹിസ്സിങ് ഡിഫെൻസ്, ഹിസ് ഫോക്കഡ് ടങ് darting in and out, the cobra raised 3 of his feet off the ground and spread his broad spectacled hood. അതായത് ഹിസ്സിങ് ഡിഫെൻസ്, അതായത് ആ ശബ്ദമുണ്ടല്ലോ, ആ ശബ്ദത്തോടു കൂടി പാമ്പ് അതിൻ്റെ നാവ് ഇങ്ങനെ പുറത്തേക്ക്, അതായത് ഫോർക്ക് ടങ് എന്ന് ഉദ്ദേശിക്കുന്നത് നാവിൻ്റെ നടുവിലൊരു വരയുണ്ട് ഈ പാമ്പിന്. അപ്പോൾ 2 വശത്തായിട്ടാണ് നാവ് ഉണ്ടാവാൻ. അപ്പോൾ ഈ നാവിങ്ങനെ അകത്തേക്കും പുറത്തേക്കുമായിട്ട് ഇങ്ങനെ ഇട്ട്
നിൽക്കുക ഈ പാമ്പ്. പോരായിട്ട് കോബ്ര റൈസ് 3 of his 6 feet off the ground. അതായത് 6 അടി നീളമുള്ള പാമ്പ് 3 അടി ഉയരത്തിൽ നിന്നു. എന്നിട്ട് അതിൻ്റെ പത്തി ഇങ്ങനെ വിടർത്തി നിൽക്കുവാണ്. The mongoose brushed his tail. The long hair on his spine stood up. അതായത് ഈ മംഗൂസ് അവൻ്റെ വാല് നിവർത്തി, പോരാറ്റ് അതിൻ്റെ പിറകു വശത്തായിട്ട് നല്ല കട്ടിയുള്ള രോമമുണ്ട്, അതും ഇങ്ങനെ പൊന്തിച്ച് വെച്ച് അതിനിങ്ങനെ നോക്കുവാണ്, പാമ്പിനിങ്ങനെ നോക്കുക. So the combatants were unaware of my presence in the banyan tree. അതായത് ഈ പാമ്പും കീരിയും തന്നെ ഈ കുട്ടി മരത്തിലിരുന്ന് ഇത് കാണുന്നതേ അറിയുന്നതില്ല. ആര്? ഈ പാമ്പും കീരിയും. പക്ഷേ they soon became aware of the arrival of 2 other spectators. അതായത് അവർ ഈ കുട്ടിയെ കണ്ടില്ലെങ്കിലും വേറെ 2 പേരെ നിരീക്ഷിക്കുന്നത് കണ്ടായിരുന്നു. അത് ആരാണ്? one was a myna and the other one was a jungle crow, not the willy urban crow. അതായത് ഒന്ന് ഒരു മൈനയും ഒന്ന് ഒരു കാട്ടുകാക്കയായിരുന്നു. കാട്ടുകാക്ക, അതായത് സാധാരണ നാട്ടിലുള്ള കാക്കയല്ല, കാട്ടിലുള്ള കാക്കയായിരുന്നു. They had seen these preparation for the battle and had settled on the cactus to watch the outcome. അതായത് അവർ ഈ അടി നടക്കുന്നത് ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. ഇപ്പം അടി ഉണ്ടാവും എന്നുള്ള രീതിയിൽ അത് നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. അതിൻ്റെ പ്രിപ്പറേഷൻസ് കണ്ട് അവിടെ ഒരു സൈഡിലുള്ള കാക്ടസ് മേലെ പോയി ഇരുന്നിക്കുക. Had they been content only to watch, all would have been well with both of them. അതായത് അവർ അടങ്ങി അവിടെ ഇരുന്നിട്ടുണ്ടേ അവർക്ക് 2 പേർക്കും നല്ലത്. The cobra stood up on defensive, swaying slowly from side to side. അതായത് ഈ കോബ്ര എണീറ്റ് നിന്ന് ഇങ്ങനെ ഡിഫെൻസീവായിട്ട് എന്താ പറയുക, ഇങ്ങനെ ഇഴയാൻ തുടങ്ങി. Trying to mesmerize the mongoose into marking a false move. അതായത് ഈ മംഗൂസ് ഒരു ഫോൾസ് മൂവ് അതായത് തെറ്റായ ഒരു തുടക്കം കുറിക്കാനായിട്ട് ഈ പാമ്പിങ്ങനെ അതിനെ മെസ്മറൈസ് ഇംപ്രസ് ചെയ്യാൻ നോക്കുക. ഇംപ്രസ് അല്ല, ഇങ്ങനെ അതിനെ കൊണ്ട് ചെയ്യിപ്പിക്കാനുള്ള ഒരു ഇതിൽ നിൽക്കുക. ബട്ട് ദ മംഗൂസ് ന്യൂ ദ പവർ ഓഫ് ഹിസ് ഒപ്പോണൻറ്റ്സ് ഗ്ലാസി അൺവിങ്ങിങ് ഐസ് ആൻഡ് റെഫ്യൂസ്ഡ് ടു മീറ്റ് ദം. അതായത് ഈ മംഗൂസിനറിയാം എന്ത് ഈ പാമ്പിൻ്റെ സ്വഭാവവും അതിൻ്റെ ഇമവെട്ടാതെയുള്ള നോട്ടം. ഇമവെട്ടാതെ മീൻസ് കണ്ണുകൂട്ടാതെ ഇങ്ങനെ നോക്കുന്നത് കണ്ടാൽ തന്നെ ഈ ആർക്കറിയാം, മംഗൂസിനറിയാം എന്താണ്. അതുകൊണ്ട് തന്നെ മംഗൂസ് ആ കണ്ണുകളിലേക്ക് നോക്കിയില്ല. ഇൻസ്റ്റെഡ് ഹി ഫിക്സഡ് ഹിസ് ഗേസ് അറ്റ് എ പോയിന്റ് ജസ്റ്റ് ബിലോ ദ കോബ്രാസ് ഹുഡ് ആൻഡ് ഓപ്പൺഡ് ദ അറ്റാക്ക്. അതായത് ഈ സമയത്ത് എന്താ പറയാൻ, ഈ മംഗൂസ് അതിൻ്റെ പത്തിയിലേക്ക് ഇങ്ങനെ നോക്കി നിന്നു. പെട്ടെന്ന് അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്തു. നമുക്ക് ബാക്കി ക്ലാസ് പിന്നെ എടുക്കാം. ഓക്കെ, നിങ്ങൾക്ക് അധികം പ്രഷർ തരണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് എടുക്കുന്നത്. അതാകുമ്പോൾ മനസ്സിലാക്കിയില്ലെങ്കിൽ എൻ്റെ അടുത്ത് വന്ന് ചോദിക്കാം. നിങ്ങൾക്ക് മെസ്സേജായിട്ടോ കമൻ്റായിട്ടോ പറയാം. എന്താണെന്ന് വെച്ചാൽ പറയുക, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ, എടുക്കുന്ന രീതി മാറ്റണോ, സമ്മറി മാത്രം മതിയോ, എല്ലാം നിങ്ങൾ പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത പാർട്ടിലേക്ക് ഈ കഥ തീർക്കാം. വളരെ സ്ലോ ആണെന്ന് എനിക്കറിയാം, പക്ഷേങ്കിൽ ഇങ്ങനെ എടുത്ത് പോകാമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കും മനസ്സിലാവും, അധികം പ്രഷർ തരണ്ടല്ലോ.